ഏത് നിമിഷവും ആക്രമണം ഉണ്ടായേക്കാം. ഒരു മിനിറ്റ് തുടർച്ചയായി ബെല്ല് റിംഗ് ചെയ്യുകയാണെങ്കിൽ പുറത്തേക്കൂടി ഭൂഗർഭ ബങ്കറിൽ ഒളിക്കുക. ഇതാണ് ജമ്മു കാശ്മീരിലെ അതിർത്തി പ്രദേശങ്ങളിലെ സ്കൂളുകളിൽ കുട്ടികൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. തുടർച്ചയായ പാകിസ്ഥാന്റെ വെടിനിർത്തൽ കരാർ ലംഘനത്തിൽ അതിർത്തിയിലെ സ്കൂൾ കുട്ടികളടക്കം ജീവൻ കയ്യിൽ പിടിച്ചാണ് കഴിയുന്നത്. ഏത് നിമിഷവും എന്തും സംഭവിക്കാമെന്ന ഭയം. കാശ്മീരിലെ സ്കൂളുകളിൽ പാഠപുസ്തകങ്ങൾക്ക് പകരം അവരെ പഠിപ്പിക്കുന്നത് ഷെല്ലാക്രമണങ്ങളെയും വെടിയുണ്ടകളെയും എങ്ങനെ നേരിടാമെന്നും എവിടെ ഓടി ഒളിക്കാമെന്നുമാണ്. അലേർട്ട് മുഴങ്ങിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികളോടും ജീവനക്കാരോടും ക്ലാസുകൾ വിട്ട് കോമ്പൗണ്ടിനടുത്തുള്ള ബങ്കറിൽ പ്രവേശിക്കാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. 6 വർഷത്തോളമായി നിലനിന്നിരുന്ന വെടിനിർത്തൽ കരാറാണ് അതിർത്തി ഗ്രാമങ്ങളിൽ പാകിസ്ഥാൻ ലംഘിച്ചിരിക്കുന്നത്. ഇതാണ് പ്രദേശവാസികളെ കൂടുതൽ ഭീതിയിലാക്കിയിരിക്കുന്നത്. 2 നിലകളുള്ള സർക്കാർ സ്കൂളുകൾ നിലവിൽ പ്രവർത്തിക്കുന്നത് താഴത്തെ നിലയിൽ മാത്രമാണ്. ഇതുകൂടാതെ സ്കൂൾ കോമ്പൗണ്ടിനുള്ളിലെ ഭൂഗർഭ ബങ്കറുകളും വൃത്തിയാക്കി. 2012 വെള്ളപ്പൊക്കത്തിൽ ചെളി മൂടി അടഞ്ഞുപോയ ബങ്കറുകളാണ് വൃത്തിയാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ മോദി സർക്കാരാണ് അതിർത്തികളിലെ ദുർബല പ്രദേശങ്ങളിൽ ഏകദേശം 15,000 കമ്മ്യൂണിറ്റി സ്വകാര്യ ബങ്കറുകൾ നിർമ്മിച്ചത്. നിലവിലെ സാഹചര്യത്തിൽ അവയെല്ലാം വൃത്തിയാക്കുന്ന തിരക്കിലാണ് ഇന്നാട്ടിലെ ആളുകൾ. ആക്രമണ ഭീഷണി ഉയർന്ന സാഹചര്യത്തിലാണ് ഇവയെല്ലാം വൃത്തിയാക്കിയത്. ചെറിയ കുരുന്നുകൾ അവരുടെ ജീവിതത്തിൽ ഇതേവരെ കാണാത്ത ഭീകരാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഏറ്റവും മോശമായ അവസ്ഥ. കുട്ടികളൊന്നും അതിർത്തി ഗ്രാമങ്ങളിൽ ഇത്തരത്തിലൊരു അശാന്തി കണ്ടിട്ടില്ല. ഇപ്പോൾ ജീവനും കയ്യിൽ പിടിച്ച് അവർ ജീവിക്കുന്നു. അവരെല്ലാം പരിഭ്രാന്തരാണെന്ന് കാശ്മീർ സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പിലെ മുൻ പ്രിൻസിപ്പളും മുതിർന്ന ഉദ്യോഗസ്ഥനും വ്യക്തമാക്കി. അതിർത്തി സംഘർഷം കാശ്മീരിലെ വിദ്യാഭ്യാസ മേഖലയെ വളരെ സാരമായി തന്നെ ബാധിച്ചിരിക്കുകയാണ്. ഇത് അവർ ഒട്ടും ആഗ്രഹിച്ചതല്ലെന്നാണ് കാശ്മീർ ജനത പറയുന്നത്. അതേസമയം പഹൽഗ്രാം ഭീകരാക്രമണം ഗുൽമഹറിന്റെ മാത്രമല്ല, കാശ്മീരിലെ മുഴുവൻ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെയും വയറ്റിത്തടിച്ചിരിക്കുകയാണ്. നേരത്തെ എത്തി തുടങ്ങിയ സഞ്ചാരികൾ കൂടി താഴ്വര വിട്ടു തുടങ്ങിയതോടെ കാശ്മീർ പതിവില്ലാത്ത പ്രതിസന്ധിയിലേക്ക് വീണു. അവിടെ നിന്ന് തിരിച്ചു വരാനുള്ള ശ്രമത്തിലാണിപ്പോൾ നാടും ജനങ്ങളും. ഇന്ത്യയുടെ ദാവോസ് എന്നറിയപ്പെടുന്ന കാശ്മീരിലെ ഗുൽമഹറിൽ സഞ്ചാരികളുടെ തിരക്ക് കൂടിയപ്പോൾ അവിടുത്തെ റോപ്പ് വേയുടെ തൽക്കാൽ ടിക്കറ്റുകൾ നിർത്തിവെക്കേണ്ടി വന്നത് ഏപ്രിൽ 10-നാണ്. കാലങ്ങൾ കീഴിന്മേൽ മറിയാൻ 12 ദിവസമേ വേണ്ടി വന്നുള്ളൂ. പഹൽഗ്രാം സംഭവം കാശ്മീരിന്റെ ടൂറിസം മേഖലയെ എത്രത്തോളം ബാധിച്ചുവെന്നറിയാൻ ഉദാഹരണങ്ങൾ ഏറെയാണ്. ഏഷ്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ഗുൽമഹറിലെ കേബിൾ കാറിൽ നിന്ന് കഴിഞ്ഞ വർഷത്തെ ടിക്കറ്റ് വരുമാനം 103 കോടി രൂപയാണ്. ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് പഹൽഗ്രാമിലും കേബിൾ കാർ പദ്ധതി തുടങ്ങാനിരിക്കെയാണ് ഭീകരാക്രമണം ഉണ്ടായത്. കഴിഞ്ഞ 2 വർഷമായി 4.5 കോടി സഞ്ചാരികൾ എത്തിയ കാശ്മീരിന് ടൂറിസം മേഖലയിലെ തിരിച്ചടി താങ്ങാനാവില്ല. മഞ്ഞുമലയിലെ സവാറികൾക്കായി സമീപ പ്രദേശങ്ങളിൽ നിന്ന് ദിവസവും 3000 കുതിരകളാണ് ഗുൽമഹറിൽ എത്തിയിരുന്നത്. ഇപ്പോഴത് 100-ൽ താഴെയായി കുറഞ്ഞു. 2 സവാരിയെങ്കിലും ലഭിച്ചാൽ ടിപ്പും ചേർത്ത് 2500 രൂപയോളം ഉണ്ടാക്കിയിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ കുതിരയ്ക്ക് ഭക്ഷണം നൽകുവാനുള്ള വരുമാനം പോലും ലഭിക്കുന്നില്ല. ദാൽ തടാകത്തിലെ 100 കണക്കിന് ബോട്ട് ജീവനക്കാരുടെയും തോണിക്കാരുടെയും സ്ഥിതിയും സമാനമാണ്. രാവിലെ 6:30-ക്ക് സഞ്ചാരികൾ എത്തുന്ന ദാൽ തടാകത്തിൽ ഇപ്പോൾ ബോട്ടുകൾ ഓട്ടമില്ലാതെ നിരന്നു കിടക്കുന്നു. ഭീകരാക്രമണം നടന്ന ബൈരസൻ കുന്നൊഴികെ കാശ്മീരിലെ മറ്റെല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും തുറന്നു കിടക്കുകയാണ്. പഹൽഗ്രാമിൽ ഉൾപ്പെടെയുള്ള സഞ്ചാരികൾക്ക് തടസ്സമില്ലാതെ സഞ്ചരിക്കാം. പഹൽഗ്രാം പഴയ നിലയിലേക്ക് പതുക്കെ മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്.